നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ റിലീസ് ചെയ്ത 2 സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ ഒരുമിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് ഒന്ന് ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെയും മറ്റൊന്ന് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയുടെയും. മരണമാസം എന്ന് പറഞ്ഞ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന മറ്റൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എമ്പുരാൻ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. ഈ 3 സിനിമകളുടെയും കൂടി കൂട്ടിയുള്ള ഒരു റിവ്യൂ കളക്ഷൻ വീഡിയോ മറ്റൊരു വീഡിയോയുമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ ദൈർഘ്യം കൂടുമെന്നുള്ളത് കൊണ്ട് ഈ 2 സിനിമകളെ താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇടുന്നത്. ഇന്നലെ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയത് ഈ 2 സിനിമകൾക്കായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ 2 സിനിമകളെ ഒന്നിച്ച് എടുത്തിരിക്കുന്നത്. ബസൂക്കയെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ്. 3,50,00,000 രൂപയാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായിട്ട് കിട്ടിയത്. ചിത്രത്തിന് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയെക്കാളും മരണമാസം എന്ന് പറയുന്ന സിനിമയെക്കാളും കൂടുതൽ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി ഇവിടെ കണക്കാക്കേണ്ടതുണ്ട്. പക്ഷേ 47% മാത്രമായിരുന്നു ഫസ്റ്റ് ഡേയിൽ ചിത്രത്തിന്റെ കേരള ഒക്യുപ്പൻസി കാണിക്കുന്നത്. വെറും 47%. 50% പോലും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഓർക്കുക. ബസൂക്കയ്ക്ക് അത്രയധികം തിയേറ്ററുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു പോസിറ്റീവാണ്. അതുകൊണ്ടാണ് 47% മാത്രം ഒക്യുപ്പൻസി ഉണ്ടായിട്ട് പോലും 3,50,00,000 രൂപ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് ഇന്നലെ തന്നെയാണ്. ബസൂക്കയുടെ ഏകദേശം പകുതിയോളം തിയേറ്ററുകൾ മാത്രമാണ് ചിത്രത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആലപ്പുഴ ജിംഖാനയ്ക്ക് പകുതിയോളം തിയേറ്ററുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ചിത്രത്തിന് 2,80,00,000 രൂപ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. അതായത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രത്തെക്കാൾ വെറും 70 ലക്ഷം രൂപ മാത്രമാണ് ചിത്രത്തിന് കുറവായിട്ട് കിട്ടിയത്. അവിടെ നോക്കുമ്പോൾ തിയേറ്ററുകളുടെ എണ്ണം നോക്കുമ്പോൾ ബസൂക്കയ്ക്ക് കിട്ടിയതിന് പകുതി മാത്രമാണ് ആലപ്പുഴ ജിംഖാനയ്ക്ക് കിട്ടിയിരുന്നത് എന്നുള്ളത് കൂടി ഇവിടെ കണക്കാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് 47% കേരളത്തിലെ ഓവറോൾ ഒക്യുപ്പൻസി ഇന്നലെ കാണിച്ചത് എന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജിംഖാനയ്ക്ക് കാണിക്കുന്നത് 82% എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. അതാണ് പകുതിയോളം തിയേറ്ററുകൾ മാത്രം ഉണ്ടായിരുന്നിട്ട് പോലും വലിയ കളക്ഷനിലേക്ക് ചിത്രം എത്താനുള്ള കാരണം ഇത്രയധികം ഒക്യുപ്പൻസി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ കാരണം ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരളത്തിലെ ഉടനീളം നല്ല ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടിയത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ വലിയ പോസിറ്റീവാണ് കിട്ടിയത്. മറ്റുള്ളവർ ഒരു ശരാശരി അഭിപ്രായം പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ടീനേജേഴ്സ് ഈ സിനിമ ഏറ്റെടുക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതൊരു നല്ല സൂചനയാണ്. ആദ്യ ദിവസം തന്നെ അത്രയധികം ടീനേജേഴ്സിന് വേണ്ടിയുള്ള പടമാണ്. ആ രീതിയിൽ മാത്രമാണ് അവർ മാർക്കറ്റ് ചെയ്ത്, ഓൺലൈൻ മാർക്കറ്റിംഗ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വലിയ ഫ്ലെക്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ റൂട്ടിൽ കാണാനുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അത്രയധികം കളക്ഷനിലേക്ക്, അത്രയധികം പേരിലേക്കും വരാൻ കാരണം അവർ ഏത് ഓഡിയൻസിനെയാണോ ടാർഗറ്റ് ചെയ്ത് അവരിലേക്ക് പടം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ബസൂക്കയും ശരിക്കും പറഞ്ഞാൽ ടീനേജേഴ്സിന് വേണ്ടിയുള്ള സിനിമയായിരുന്നു, അല്ലെങ്കിൽ ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സിനിമയായിരുന്നു. പക്ഷെ അവരിലേക്ക് ഈ സിനിമ എത്തിക്കുന്നതിനും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. മമ്മൂട്ടി ഫാൻസ് ഒരിക്കലും മമ്മൂട്ടിയുടെ പടം തിയേറ്ററിൽ പോയി കാണുന്ന ചരിത്രമേ ഉണ്ടായിട്ടില്ല. അത്ര ഹെവി പോസിറ്റീവ് കിട്ടിയാൽ മാത്രമാണ് അവർ പോയി കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് ഷോ പോലും കേരളത്തിലെ പല തിയേറ്ററുകളിലും പ്രധാനപ്പെട്ട പല സെന്ററുകളിലും ഒരു 50%, 60% ഒക്യുപ്പൻസിയിൽ പടം ഓടിയത്. മറ്റുള്ള നടന്മാരുടെ ഫാൻസിനെ പോലെ അല്ല അവർ റിപ്പോർട്ടൊക്കെ കിട്ടി, റിവ്യൂസ് ഒക്കെ വന്ന് 1-2 ആഴ്ചയൊക്കെ ഓടിക്കഴിഞ്ഞിട്ട് ഇനി അടുത്തെങ്ങാനും OTT റിലീസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് അവർ തിയേറ്ററിൽ പോയി പടം കാണാത്തുള്ളൂ. അത് ഇപ്പോൾ കുറെ ആളുകൾക്ക് നെറ്റി ചുളിഞ്ഞേക്കാം, കുറെ ആളുകൾ തെറി വിളിച്ചേക്കാം. പക്ഷെ അത് എല്ലാ കാലത്തും പറയുന്നതാണ്. പ്രത്യേകിച്ച് ഇതുപോലെ സമ്മിശ്ര പ്രതികരണങ്ങൾ കിട്ടുന്ന മമ്മൂട്ടി സിനിമകൾ വരുമ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് തന്നെ പറയുന്നതാണ്. വരും ദിവസങ്ങളിലും നമ്മൾ ഇതേ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നമ്മൾ പിന്തുടരും. അപ്പോഴും ഇതേ വിഷയം കൂടുതൽ ഉന്നയിക്കും. കാരണം അത് കേട്ടിട്ടെങ്കിലും ഒരാളെങ്കിലും തിയേറ്ററിൽ പോയി കാണട്ടെ എന്ന് കരുതി. തീർച്ചയായിട്ടും അത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കും. തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് അസ്വസ്ഥയുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അവരുടെ കമന്റ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ കാണാത്തവർക്കുണ്ടാവുന്ന അസ്വസ്ഥതയുണ്ടല്ലോ, സിനിമ കാണാത്തതിനെ കുറ്റം പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന അസ്വസ്ഥയുണ്ടല്ലോ, അത് നമുക്ക് തെറിയും മറ്റ് പല സംസ്കാരങ്ങളുമായിട്ട് നമുക്ക് താഴെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാനിത് പറയണമെന്ന് കരുതി തന്നെ പറഞ്ഞതാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.